ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ഒരു കിടിലൻ ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. എനിക്ക് ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആനിമയാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആനിമ ഏതാണെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജപ്പാനിലെ യോക്കഹാമ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. വളരെ സമാധാനത്തോടുകൂടി അവിടുത്തെ ആളുകൾ എപ്പോഴത്തെയും പോലെ അവരവരുടെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വെള്ളത്തിലൂടെ ഒരു വലിയ ജീവി ആ സിറ്റിയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അതിനെ അവർ വിളിക്കുന്ന പേരാണ് കൈജു. കൈജു എന്ന് പറഞ്ഞ വളരെ വലിയ മോൺസ്റ്റേഴ്സ്. പെട്ടെന്ന് തന്നെ സിറ്റിയിൽ മുഴുവനായിട്ടും എമർജൻസി അലാറം അടിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരു കൈജു നമ്മുടെ സിറ്റിയെ നോക്കി വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് സെന്ററിലോട്ട് എത്താൻ സാധ്യതയുണ്ട്. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് മാറേണ്ടതാണ് എന്ന് ന്യൂസിലൂടെയും അവിടെയുള്ള സ്പീക്കറിലൂടെയൊക്കെ വിളിച്ചു പറയുന്നു. ഇതേ സമയമാണ് ആ മോൺസ്റ്റർ സിറ്റിക്ക് അകത്തോട്ട് കയറുന്നത്. അതിപ്പോ യോക്കോഹാമ സിറ്റിയിൽ നിന്നും യോമഷിറ്റ ടൗണിലോട്ട് പോവാണ്. ഇനി വെറും 60 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതേ സമയമാണ് എന്തിനും തയ്യാറായി ഒരു മിലിറ്ററി സ്ക്വാഡ് അങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ആ കൈജുവിനെ ശരിക്കും അങ്ങ് കാണുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഹെലികോപ്റ്റർ ഒക്കെ ആയി ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ് അങ്ങോട്ട് വരുന്നു. നമ്മുടെ ടാർഗറ്റും നമ്മളും തമ്മിൽ ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. റോജർ, ഓപ്പൺ ഫയർ. ഐ ആം റിപ്പീറ്റ്, ഓപ്പൺ ഫയർ. സാർ, ലൂറിംഗ് ടാർഗറ്റ് റെഡിയാണ്. ഓക്കെ, ഫയർ. സോ ഇതെല്ലാം തന്നെ TV ലൈവ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിലെ പ്രൈം മിനിസ്റ്ററും അത് കാണുന്നുണ്ട്. ഇതൊന്നും വർക്കാവുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഹേയ്, ഇപ്രാവശ്യം ഏത് ഡിവിഷനാ വരാൻ പോകുന്നേ? നീ എന്തീ പറയുന്നേ? എപ്പോഴും വരുന്ന പോലെ യോക്കോഹാമ 3rd ഡിവിഷൻ എന്ന് മറ്റു നാട്ടിലുള്ള ആളുകളൊക്കെ പറയുന്നു. സോ ഇതേ സമയമാണ് ഗണ്ണൊക്കെ ആയിട്ട് ഒരു ഓഫീസർ ഹെലികോപ്റ്ററിൽ നിന്നും താഴോട്ട് ചാടുന്നത്. ഇതേ സമയം ആ കൈജു ഹെലികോപ്റ്ററിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ട് വന്ന ആ ഓഫീസർ ഗണ്ണ് ഉപയോഗിച്ച് അതിനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത്. സോ വെടികൊണ്ട ആ കൈജു പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. അതിനെ അവരങ്ങ് ഇല്ലാതാക്കുന്നു. സോ അങ്ങനെ പ്രകൃതിയെല്ലാം പഴയതുപോലെ ശാന്തമാവുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആ സിറ്റിയുടെ സെൻട്രൽ കിടക്കുന്ന ആ കൈജുവിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കുറച്ച് ആളുകൾ വരുന്നു. അപ്പോഴാണ് ബർഗർ തന്നുകൊണ്ട് ബൈനാക്കുലറും വെച്ച് ഒരുത്തൻ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവസാനം അതിനെ തോൽപ്പിച്ചു. ഇനി ഞങ്ങളുടെ പണിയാ. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച മൊത്തം നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരുമെന്ന. ഇവനാണ് നമ്മുടെ കഥാനായകൻ കഫ്ക. ഇതേ സമയം ആ കൈജുവിനെ ഇല്ലാതാക്കിയ ഡിഫൻസ് ഫോഴ്സിനെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആ കൈജുവിനെ ഇല്ലാതാക്കാൻ പറ്റില്ലായിരുന്നു. ഇവരാണ് ശരിക്കുള്ള ഹീറോസ് എന്ന് പറഞ്ഞ എല്ലാവരും അവരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് കഫ്ക അതുവഴി നടന്നു പോകുന്നത്. സോ അവൻ ആളുകളുടെ പുറകിലൂടെ പോകുന്ന സമയത്ത് ഡിഫൻസ് സ്ക്വാഡ് ഫ്രണ്ടിലൂടെ പോകുന്നു. പിന്നീട് കഫ്ക ആ കൈജുവിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തോട്ട് പോകുന്നു. എന്നെ സംബന്ധിച്ച് ബാറ്റിൽ എന്നത് ഞങ്ങൾക്കുള്ളതല്ല, പക്ഷെ നടക്കുന്ന ഫൈറ്റിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നത് ഞങ്ങളാണ്. അതിനുവേണ്ടി ഞങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. സോ എന്റെ പേരാണ് കഫ്ക ഹിബിനോ. ഹേയ് കഫ്ക, എനിക്ക് അതിന്റെ ഒരു സാമ്പിൾ എടുത്തതാ എന്ന് അവന്റെ അടുത്ത് നിന്നുള്ള ഒരു ഡ്രോണിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. അതിനെന്താ എന്ന് പറഞ്ഞ് അവൻ അതിലോട്ടൊരു സാമ്പിൾ കൊടുക്കുന്നു. ഡേയ്, ചെയിൻസോ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോ ശ്രദ്ധിക്കുക എന്ന് കഫ്ക മറ്റുള്ളവരോട് പറയുന്നു. ഇതേ സമയം ആ കൈജുവിന്റെ ഒരു പാർട്ട് അവർ അവിടെ നിന്നും മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് കഫ്ക ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അതതാ അനങ്ങുന്നു. ഡേയ്, അതിന്റെ അടുത്ത് നിന്നും മാറി നിൽക്ക് എന്ന് കഫ്ക പറഞ്ഞു തീർന്നതും അതങ്ങ് പൊട്ടിത്തെറിക്കുന്നു. അതിൽ നിന്നും വീണ ബ്ലഡ് ഒരു ആസിഡ് പോലെ പ്രവർത്തിക്കുന്നു. എന്ന് ഇതേ സമയം ആ ബ്ലഡ് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കാലിലായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കഫ്ക അങ്ങോട്ട് വന്ന് അതിന്റെ മണ്ടിൽ മരുന്ന് കോരി ഒഴിക്കുന്നു. കണ്ടില്ലേ, ആ 3rd ഡിവിഷനിലെ ആളുകൾക്ക് ഇതിനങ്ങ് കൊന്നിട്ട് പോയാ മതി. പക്ഷെ ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ടത് ഞങ്ങളാ. എന്തായാലും ചെയ്തല്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഒരാഴ്ച സമയം കിട്ടിയാൽ പോലും ഇത് മുഴുവനായിട്ടും ക്ലീൻ ആക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആ സിറ്റിയുടെ സെന്ററിൽ ഒരുപാട് പരന്നു കിടക്കുവാണ് ആ കൈജുവിന്റെ അവശിഷ്ടം. ഇതേ സമയമാണ് ഏയ് കഫ്ക, നിനക്ക് വേറൊരു സ്ഥലത്ത് കൂടി ജോലിയുണ്ട് എന്ന് പറഞ്ഞ അങ്ങോട്ടൊരാൾ വരുന്നത്. വേറെ എവിടെയോ അല്ല, അതിന്റെ കുടലിനകത്താ. ഇത് കേട്ട് അവനും ഷോക്കായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. നിനക്ക് മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവന്റെ ബോസ് അവനോട് പറയുന്നു. സോ ആ കൈജു കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അതിന്റെ കുടലിനകത്തോട്ടാണ് പോകുന്നത്. അതാദ്യം ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മളെ കൊണ്ട് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കൂ എന്നൊരാൾ മറ്റൊരാളോട് പറയുന്നു. അയ്യോ, എനിക്കിത് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ, എന്റെ വിധി എന്നും പറഞ്ഞുകൊണ്ട് കഫ്ക അതിന്റെ വയറങ്ങ് കീറി പൊളിച്ചെടുക്കുന്നു. ഒരുപാട് വേസ്റ്റ് അതിനുള്ളിൽ നിന്ന് തെറിച്ച് വരുവാണ്. അങ്ങനെ അന്ന് രാത്രി ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലോട്ട് വരുവാണ് കഫ്ക. ഇതേ സമയമാണ് ടിവിയിൽ ഒരു ന്യൂസ് കാണുന്നത്. 3rd ഡിവിഷനിലെ ഡിഫൻസ് സ്ക്വാഡിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ന്യൂസ് ആണത്. ഇതാണ് 3rd ഡിവിഷൻ ഡിഫൻസ് സ്ക്വാഡ് ലീഡർ മിന ഹഷിരോ. വെറും 27 വയസ്സായ ഇവര് വെറും ഒരു ക്യാപ്റ്റൻ മാത്രമല്ല, വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കൈജു ഹണ്ടർ കൂടിയാണ്. ഇതെല്ലാം കണ്ട കഫ്ക ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ ലോകത്തിലുള്ള എല്ലാ കൈജൂസിനെയും ഇല്ലാതാക്കും. ഈ ലോകത്തെ നമ്മൾ ഒരുമിച്ച് രക്ഷിക്കും. ഇത് കേട്ട് ആ പെൺകുട്ടി അതെ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യും. സോ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ആലോചിക്കുകയാണ് കഫ്ക.
ഇവരിപ്പോ മോസ്റ്റ് പോപ്പുലർ ക്യാപ്റ്റൻ മാത്രമല്ല, വളരെ പെട്ടെന്ന് കമാൻഡർ ആവാനുള്ള കാൻഡിഡേറ്റ് സെലക്ഷനിൽ ഇവരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചറിൽ ഇവർ ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് വെച്ച് കമാൻഡർ ആക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സോ ഇതൊക്കെ കേട്ട് കഫ്കയും TV ഓഫ് ചെയ്യുന്നു. എനിക്ക് അവിടെ ജോലി കിട്ടിയ വളരെ നന്നായിരുന്നു. അയ്യോ, ഞാൻ എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നേ? ജനങ്ങളെ സഹായിക്കുന്ന ആ ക്ലീനിങ് ജോലിയാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ അവിടെ പോയിട്ട് ഞാൻ ആ കഴിച്ചുകളൊക്കെ കൊന്നു കളയണോ? മാത്രമല്ല ഇപ്പൊ ഇരിക്കുന്ന ഈ റൂം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതൊക്കെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോണെന്നാണോ പറയുന്നത് എന്നൊരു സങ്കടത്തോടെ പറയാണ് കഫ്ക. പിറ്റേ ദിവസം രാവിലെ ഇവൻ വീണ്ടും ജോലിക്ക് പോകുന്നു. കഫ്ക, ഇവന്റെ പേരാണ് റീനോ ഇച്ചികാവ. ഇവനൊരു സ്റ്റുഡന്റ് ആണ്. പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ ഇനി ഇവനും കാണും. പിന്നെ റീനോ, നിനക്ക് ഇവനെ അറിയോ? ഇവൻ ഈ കമ്പനിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. നിനക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നീ ഇവനോട് ചോദിച്ചാൽ മതി, ഇവൻ പറഞ്ഞുതരും. ഇത് കേട്ട് റീനോ, നിങ്ങൾ എന്തിനാ വേണോന്ന് വെച്ച് അത് ഉപേക്ഷിച്ചേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് കഫ്ക ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുവാണ്. ഹേയ്, അത് വിട്, അതൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. ഈ ജോലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് റീനോ, ഞാനൊരിക്കലും നിന്നെ പോലെ തോറ്റു കൊടുക്കില്ല. ഇത് കേട്ട് കഫ്ക അവനെ തന്നെ നോക്കുന്നു. നിന്നെ പോലെ ലോജിക്കില്ലാതെ സംസാരിക്കുന്നവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് കേട്ട് കഫ്ക, ഓ അവൻ എന്താ പറഞ്ഞ്, ഒരു മര്യാദ പോലും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുന്നു. അങ്ങനെ വീണ്ടും അവർ ആ കാഴ്ചയുടെ അടുത്തോട്ട് പോകുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ ഈ കാൽ ഡിസ്പോസ് ചെയ്യുന്നതാണ്. ഇത് കേട്ട് കഫ്കയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നുണ്ട്. ഏയ് കഫ്ക, നീ ഇന്നലത്തെ പോലെ അതിന്റെ കുടൽ തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് അവനോട് അവർ പറയുന്നു. ഇത് കേട്ട് വീണ്ടും അവന് ദേഷ്യം വരുന്നു. എന്തിനാടാ എന്നെ എപ്പോഴും അങ്ങോട്ട് അയക്കുന്നേ? എടാ, നീയല്ലേ നല്ല പോലെ ജോലി ചെയ്യുന്നേ, അതല്ലേ നിന്നോട് അത് പറയുന്നേ? എടാ പോടാ, ഞാൻ നിന്നോട് മിണ്ടൂല. എന്റെ ശാപം കിട്ടൂടാ നിനക്ക്, എന്റെ ശാപം കിട്ടും എന്ന് പറഞ്ഞ കാഫ്ക വീണ്ടും അതിനെ കുടൽ ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്നു. കാഫ്ക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവൻ ശരിക്കും ഒരു പാവാ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യും. മാത്രമല്ല എല്ലാ എക്സാമിലും അവൻ നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട്. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവന് വന്നിട്ടും അവൻ ഈ ജോലിയാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് റീനോനോട് പറയുവാണ് അവന്റെ ബോസ്. അങ്ങനെ അന്നവർ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൈജുവിന്റെ സ്മെൽ അവർക്ക് പിടിക്കുന്നില്ല. കഫ്കയ്ക്കാണെങ്കിൽ വായ വെച്ചത് അങ്ങ് അറക്കാൻ പോലും പറ്റുന്നില്ല. ഛർദിക്കാൻ വരുന്നു. ഓ പിന്നെ ഇത്രയും നാറ്റവിടെ അടിക്കുമ്പോ ഞാൻ എങ്ങനെയാ ഇത് ആസ്വദിച്ച് കഴിക്കുക എന്ന് റീനോയും പറയുന്നു. അത് കുഴപ്പമില്ല, ഇത് കണ്ടോ, ഇത് രണ്ടും രണ്ട് മൂക്കിൽ വെച്ച് അങ്ങ് അടച്ചാൽ മതി, അപ്പൊ വലിയ നാറ്റം ഉണ്ടാവില്ല. ഏയ് അതൊന്നും വേണ്ട എന്ന് റീനോ പറയുന്നു. എന്ന് അവനെ കൊണ്ട് നിർബന്ധിച്ച് മൂക്കിലോട്ട് കുത്തിക്കയറ്റ ശ്രമിക്കുകയാണ് കഫ്ക. അങ്ങനെ പിന്നീട് വീണ്ടും അവരുടെ ജോലി അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ ടീമിലുള്ള എല്ലാവരും അവിടെ നിന്നും പോകുന്നു. കുറച്ചു കാര്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് കഫ്കയും റീനോയും അവിടെ നിൽക്കുന്നു. അങ്ങനെ കഫ്ക അവിടെ നിൽക്കുന്ന സമയത്താണ് റീനോ അവന്റെ അടുത്തോട്ട് വരുന്നത്. എന്തുവാടാ, വീണ്ടും എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണോ? അപ്പോഴാണ് റീനോ അവന്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്, ഇന്ന് എന്റെ ആദ്യത്തെ ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. സോ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാം എന്ന് പറഞ്ഞ റീന അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഒരു കാര്യം, നമ്മുടെ ഡിഫൻസ് ഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റിലായിട്ടുള്ള ഏജ് ലിമിറ്റ് 33 സോ നിങ്ങൾക്ക് അതിൽ ചേരാനുള്ള ഒരുപാട് സമയം ഇനിയും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് കഴിവുകളുണ്ട്. ആക്ച്വലി സാധാരണയായി ആളുകളൊന്നും അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയാ മിസ് ചെയ്യാറില്ല എന്നെ പോലെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് വിട്ടുകൊടുക്കില്ല. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പറ്റി അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശരി, നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നെ പോലെ നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യും എന്ന് പറഞ്ഞ് റീന അവിടെ നിന്നും പോവാൻ നിൽക്കുന്നു. റീനോ, ഒരുപാട് നന്ദിയുണ്ടടാ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്നെ പോലെ ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞ് തിരിയുവാണ് റീനോ. പെട്ടെന്നതാ ഭൂമിക്കടിയിൽ നിന്നും അവന്റെ പുറകിലോട്ട് ഒരു കൈജു വരുന്നു. അതിപ്പോ ഇവനെ വിഴുങ്ങോടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കഫ്ക പെട്ടെന്ന് അവൻ അവിടെ നിന്നും രക്ഷിക്കുന്നത്. തെറിച്ച് താഴോട്ട് വീഴുന്ന രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേക്കുന്നു. വീണ്ടും റീനോനെ അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ നിന്നും കഫ്ക അവനെ രക്ഷിക്കുന്നു. ഹേ റീനോ, പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെട്. ഇല്ല, നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ വിട്ടുപോകും. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. പറയുന്നത് കേൾക്കടാ, പെട്ടെന്നോട്. ഡിഫൻസ് ഫോഴ്സിൽ ചേരണമെന്നല്ല നിന്റെ ആഗ്രഹം. അതിനുവേണ്ടി നീ ഇവിടെ നിന്റെ ജീവൻ കളയാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടാൻ നോക്ക്. സോ അവൻ പറയുന്നത് കേട്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് റീന അവിടെ നിന്ന് ഓടുന്നു. ഡേയ്, ഇങ്ങോട്ട് നോക്കടാ. ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരു കൈ നോക്കാം. ഇതേ സമയം ആ കൈ ജീവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഓടി ഓടി അവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങിനകത്തോട്ട് അവൻ കയറുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് എല്ലാം അത് ഇടിച്ചു പൊളിച്ച് അവന്റെ തലയിലോട്ട് ഇടുമെന്ന് മനസ്സിലാക്കി അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസും പൊട്ടിച്ച് അവൻ പുറത്തോട്ട് ചാടുന്നു. ഇതേ സമയം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നശിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റിയെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീന. നിന്റെ വീട്, എന്റെ വീട്, നമ്മൾ കളിച്ചിരുന്ന സ്ഥലം, നമ്മുടെ സ്കൂൾ എല്ലാം ഇല്ലാതായല്ലേ? അതെ കൈജു, നിങ്ങളെ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ലടാ. എന്റെ പോക്കിമോൺ ഗെയിമിനെ വരെ നീ ഇല്ലാതാക്കി എന്ന് പറയാണ് കഫ്ക. ഡേയ്, ഞാനിവിടെ കരഞ്ഞോണ്ടിരിക്കുന്ന നീ കണ്ടില്ലേ? അപ്പഴാ നിന്റെ ഒരു ഗെയിം. ഇത് കേട്ട് അവൻ ഇവളെ നോക്കി ചിരിക്കുന്നു. സോ ഇവളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. സോറി, ഞാൻ വിഷമിച്ചിരിക്കാൻ കാരണം എന്റെ മീക്കോ മരിച്ചുപോയി. ഓ, നിന്റെ ആ പൂച്ചയോ? സോ അവിടെ വെച്ചാണ് ഇവർ ആ തീരുമാനം എടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസം
ഡിഫൻസ് ഫോഴ്സ് ഓഫീസറായിട്ട് ഞങ്ങൾ മാറിയിരിക്കും. ആ കൈജൂസിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കും. വീണ്ടും പ്രസന്റാണ് കാണിക്കുന്നത്. കാഫ്ക ആ കൈജുവിന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുവാണ്. പക്ഷെ ഒരുപാട് ഓടി ക്ഷീണിച്ചവൻ ഓടാൻ വയ്യാതെ അവിടെ അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ കാലിന് ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതിനെ എതിർത്ത് നിന്നേ പറ്റൂ. പെട്ടെന്നാണ് ആ കൈജുവിനെ അടിച്ച് തെറിപ്പിക്കുന്നത്. താഴെ കിടക്കുന്ന കഫ്ക കഴിഞ്ഞതെല്ലാം ഒന്ന് ആലോചിക്കുന്നു. ഞാൻ എന്തിനാ ഈ സ്ഥാനം ഏറ്റെടുത്ത്? പെട്ടെന്ന് ആ കൈജു ഇവനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാ അതിവന്റെ കാലിലാണ് കൊള്ളുന്നത്. അവന്റെ കാലങ്ങോടിയുന്നു. ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ എന്ത് ചെയ്യണോന്ന് അറിയാതെ നിൽക്കുവാണ് കഫ്ക. പെട്ടെന്നതാ അതിവനെ വിഴുങ്ങാൻ വേണ്ടി വരുന്നു. അതെ, കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മരണത്തെയും കാത്തു നിൽക്കുന്ന അവനെ പെട്ടെന്ന് ആരോ വന്ന് രക്ഷിക്കുന്നു. അത് ആരാടാ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അത് വേറെ ആരുമല്ല, നമ്മുടെ റീനോ ആയിരുന്നു. ഡാ പ്രാന്ത, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നിങ്ങൾ പേടിക്കേണ്ട ഏജന്റ് ബായ്. ഡിഫൻസ് ഫോഴ്സിനെല്ലാം ഞാൻ ഇതിനോടകം തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അവരിവിടെ എത്തും. സോ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ഇപ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ആവും. അപ്പോഴാണ് പണ്ട് അതിന്റെ സെലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് നോട്ട് ക്വാളിഫൈഡ് എന്നാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് ദേഷ്യത്തിൽ അവരത് താഴെ ഇടുന്നു. ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. വെറും ഒരു യൂസ്ലെസ് ആയിട്ട് ഞാൻ ഇരിക്കാൻ പാടില്ല. എന്റെ ജൂനിയറിനെ ഞാൻ തീർച്ചയായിട്ടും പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. പെട്ടെന്നാണ് ആ കൈജുവിന്റെ അടുത്തോട്ട് ഒരു വൈറ്റ് ടൈഗർ ചാടി വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ കൈജു അവിടെ പൊട്ടിത്തെറിച്ചില്ലാതാവുന്നു. എന്താ പെണ്ടായേ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് 3rd ഡിവിഷൻ ഡിഫൻസ് സ്ക്വാഡാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ലീഡറായിട്ട് മീനയും. അങ്ങനെ കഫ്കനെ രക്ഷിക്കാൻ ഡിഫൻസ് സ്ക്വാഡ് വരുന്നു. പിന്നീട് കണ്ണു തുറക്കുന്ന അവൻ കാണുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. മീന ശരിക്കും വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. യാതൊരുവിധ ഭയവും ഇല്ലാതെ അവൾ എങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്തതെന്ന് ഞാൻ കണ്ടു. അവളുടെ ഒപ്പമെത്താനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഫ്ക. പെട്ടെന്നാണ് അപ്പുറത്തൊന്നും സാറെന്നൊരു വിളി കേൾക്കുന്നത്. റീനോ ആയിരുന്നു അത്. അയ്യോ, ഞാൻ പറഞ്ഞത് അവൻ കേട്ടുകാണോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് കാഫ്ക, നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒരു കൈജു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അതിന്റെ അടുത്ത് നിന്നും എന്നോട് നിങ്ങൾ ഓടാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. ശരിക്കും നിങ്ങൾ ഒരു കൂൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ശരിക്കും നിങ്ങൾ ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ തന്നെയാണ് എന്ന് പറയാണ് റീനോ. ഇത് കേട്ട് കാഫ്ക അവന്റെ തലയിൽ തന്നെ ഇടിക്കുന്നു. ഇത്രയും നേരം ഞാൻ എന്ത് മണ്ടത്തരങ്ങളൊക്കെയാ ചിന്തിച്ചേ. റീനോ, ഒരുപാട് നന്ദിണ്ടാ ഇത് പറഞ്ഞതിന്. നീ ശരിക്കും നല്ലൊരു പയ്യനാ. നീ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാനൊരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസറായി മാറിയിരിക്കും. അതിനുവേണ്ടി ഒരിക്കലും ഞാൻ ഇനി തോറ്റു കൊടുക്കില്ലടാ എന്നവൻ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവന്റെ മുമ്പിൽ ഒരു പറക്കുന്ന ജീവി നിൽക്കുന്നത്. അതിനെ കണ്ട് ഒന്നും മിണ്ടാതെ അവൻ അതിനെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് അത് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഒരുത്തനെ കണ്ടുപിടിച്ചു. ഡേ കൈജൂടാ എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അത് അവന്റെ വായിലോട്ട് കയറുന്നത്. പെട്ടെന്ന് അവന്റെ ബോഡി മുഴുവനായിട്ടും ട്രാൻസ്ഫോം ആവുന്ന പോലെ അവന് തോന്നുന്നത്. അവിടെ കിടന്ന് വേദന കൊണ്ട് അലറുവാണ് കഫ്ക. ഏയ്, എന്ത് പറ്റി? നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് റീനോ. ഇതേ സമയം അവന്റെ ബോഡി മുഴുവനായിട്ടും മാറുന്നത് പോലെ അവന് തോന്നുന്നു. എന്ത് പറ്റി എന്ന് പറഞ്ഞ കർട്ടൻ മാറ്റി നോക്കുന്ന സമയത്താണ് റീനോ, ഇത് ഞാനാ എന്ന് പറഞ്ഞ അവൻ അവിടെ കിടന്ന് അലർന്നു. ഇതേ സമയമാണ് ഒരു മുത്തശ്ശൻ അത് വഴി പോകുന്നത്. ഇവനെ കണ്ടുടനെ തന്നെ ഇവനൊരു കൈജു ആണെന്നുള്ള കാര്യം അങ്ങേർക്കും മനസ്സിലാവുന്നു. പെട്ടെന്ന് തന്നെ ഫോഴ്സിനെ വിളിച്ച് അങ്ങേര് കാര്യം പറയുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യോടാ എന്ന് പറഞ്ഞ് മേപ്പോട്ട് നോക്കി നിൽക്കുവാണ് കഫ്ക. പിന്നീട് നമ്മൾ കാണുന്നത് മീനയും കാഫ്കയും സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവരെ തോൽപ്പിക്കാൻ ഞാനും നിന്റെ കൂടെ ഉണ്ടാവും എന്ന് കാഫ്ക അവളോട് പറയുന്നു. പിന്നീട് നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന മീനയാണ് കാണുന്നത്. പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. എന്ത്? യോക്കോഹാമ ജനറൽ ഹോസ്പിറ്റലല്ലോ? ശരി, നിൽക്ക, ഞാനിതാ വരുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. കൈജു നമ്പർ 8 എന്ന് പറയുന്ന ഈ ആനിമെ ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു ആനിമയാണ്. മാത്രമല്ല കറന്റ് എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ്. എത്രത്തോളം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. സൗണ്ടിലോ എക്സ്പ്ലെയിനിലോ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇത് മാറുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഞ്ഞി കൂടി മുട്ടും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.